എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കേരള ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്ക് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് നമുക്ക് സിലബസിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ചർച്ച ചെയ്തത്. ഇന്ന് കേരള ചരിത്രം ഡേ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പഴശ്ശി വിപ്ലവത്തെ കുറിച്ചാണ്. അപ്പോൾ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം, അതേപോലെ തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവം, പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പഴശ്ശി മ്യൂസിയം, പഴശ്ശി സ്മാരകം, പഴശ്ശി ഡാം, പഴശ്ശി ഗുഹ, അങ്ങനെ ഉള്ള കുറച്ച് ടോപ്പിക്സുകൾ കൂടി നമ്മൾ ഈ ഒരു ടോപ്പിക്സിൽ ചർച്ച ചെയ്ത് പോകും. നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് വലുതായിരിക്കും. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇന്നലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഈ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ കൂടിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ചരിത്രം നമ്മൾ എടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇന്ത്യൻ ചരിത്രം, ലോകം ചരിത്രം, അതേപോലെ തന്നെ ഭൂമിശാസ്ത്രം, അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകും. ഇത് കണ്ടതിന് ശേഷം നേരെ നിങ്ങൾ ടെലഗ്രാമിലേക്ക് പോരെ. അവിടെ നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ റെഡി ആയിരിക്കും. നേരെ എന്ത് ചെയ്യുക, ചോദ്യങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. കാരണം 30 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് ഇന്ന് 31ാമത്തെ ചോദ്യം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എന്നതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എന്നാണുള്ളത്. ഓപ്ഷനിലേക്ക് നോക്കാം. 1795 ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ 1796, മൂന്നാമത്തെ ഓപ്ഷൻ 1797, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1798. ഇത് 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഈ പറയുന്ന ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എന്നാണുള്ളത്. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ എന്നാണ്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1797 ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിച്ച വർഷം എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴശ്ശി വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാണ് ഒന്നാം പഴശ്ശി വിപ്ലവം. അതായത് ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 1793 മുതൽ 1797 വരെയാണ് എന്ത് ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം നമുക്കറിയാം എന്താണ്? അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് എന്ത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1793 മുതൽ 97. നമ്മുടെ ചോദ്യം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിന്റെ ആൻസർ ആണ് 1797. നമുക്ക് രണ്ടാമത്തെ ചോദ്യം, അതായത് 32ാമത്തെ ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? നമുക്ക് നോക്കാം. ഓപ്ഷൻ: ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പോളത്തിൽ പട്ടാളക്കാരെ നിയോഗിച്ചു, അതേപോലെ കുറുമ്പനാട് രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകി, ടിപ്പു സുൽത്താന്റെ പതനം. ഇത്രയാണ് ഓപ്ഷൻ. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷ അതിൻ്റെ അകത്ത് സ്റ്റേജ് 4 ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. നമുക്കറിയാം ഒന്നാം പഴശ്ശി വിപ്ലവം നമ്മൾ പറഞ്ഞിരുന്നു എന്നാണ് 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? അതാണ് നമ്മുടെ ചോദ്യം. എന്താണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്? നമ്മുടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു എന്ത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്.
അപ്പൊ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനിക്ക് നൽകിയത് കുറുമ്പനാട് വീരവർമ്മയാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ എടുത്തു നോക്കിക്കഴിയുകയാണെങ്കിൽ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരോടുള്ള തെറ്റായ നികുതി നയം, അതേപോലെ തന്നെ എന്താണ് ശരിക്കും നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടിപ്പു പിൻവാങ്ങിയപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ പഴശ്ശിയെ ശരിക്കും അവഗണിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ അമ്മാവനായ ആളായിരുന്നു ആരെന്ന് പറയുന്നത് ഈ കുറുമ്പനാട്ട് രാജാവ് എന്ന് പറയുന്നത്. അപ്പൊ കുറുമ്പനാട്ട് രാജാവായിട്ടുള്ള വർമ്മയ്ക്ക് എന്ത് ചെയ്യാണ്, പഴശ്ശിക്ക് കൊടുക്കാതെ അദ്ദേഹത്തിനാണ് പിന്നീട് എന്ത് കൊടുക്കുന്നത്, കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാര് എന്ത് ചെയ്യുന്നത്, ഈ പ്രദേശത്തെ, അതായത് 1793 മുതൽ അവിടെയുള്ള പ്രദേശം അത് ആർക്ക് കൊടുക്കുകയാണ്, പാട്ടത്തിന് കൊടുക്കുകയാണ്. അതായത് കുറുമ്പനാട് രാജാവായിട്ടുള്ള വീരവർമ്മയ്ക്കാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, പാട്ടം കൊടുക്കുന്നത്, പാട്ടത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇത്തരം നടപടികളെയാണ് പഴശ്ശി രാജാവ് എന്ത് ചെയ്തത്, എതിർത്തത്. കോട്ടയത്തെ എല്ലാ നികുതി സംഭരണവും അദ്ദേഹം നിർത്തിവയ്പ്പിച്ചു. അതേപോലെ ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കമ്മീഷണർമാർ പഴശ്ശി രാജാവിനെ പരസ്യമായി അവഗണിച്ചുകൊണ്ട് കുറുമ്പനാട് രാജാവ്, ഈ പറയുന്ന കുറുമ്പനാട് രാജാവിന്റെ പാട്ടം 5 വർഷത്തേക്ക് പുതുക്കി കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ശരിക്കും പഴശ്ശി രാജാവിനെ എന്ത് ചെയ്തത്, ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഈ ബ്രിട്ടീഷുകാരുടെ അടുത്ത് അത്രത്തോളം ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രക്ഷോഭം ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം അത് തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അതായത് പഴശ്ശി രാജയോടൊപ്പം നിന്ന കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങളായിരുന്നു നായർ സമുദായ അംഗങ്ങളായ മാപ്പിള ഗോത്ര ജനത. അതേപോലെ ശ്രീരംഗം പട്ടണി ഉടമ്പടിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനിക്ക് നൽകിയത് കുറുമ്പനാട്ട് വീരവർമ്മയ്ക്കാണ്. അതായത് ഈ പറയുന്ന ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം കമ്പനി ആർക്കാണ് പാട്ടം പിരിക്കാനുള്ള അനുമതി നൽകിയെന്ന് ചോദിച്ചാൽ കുറുമ്പനാട് രാജാവായിട്ടുള്ള വീരവർമ്മയ്ക്കായിരുന്നു. ഇനി പഴശ്ശി രാജയോടൊപ്പം നിന്ന കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗമായിരുന്നു നായർ സമുദായ അംഗത്തിലെ മാപ്പിളമാർ. ഒന്നാം പഴശ്ശി കലാപത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിന്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശി രാജ ശ്രമം നടത്തി. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിന്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശി ശ്രമം നടത്തി. ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശി രാജാവിനെതിരെ പട നയിച്ച പ്രധാന ബ്രിട്ടീഷ് സേനാ തലവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഗോൾഡൻ കേണൽ ഡോവ് മേജർ ക്യാമറോൺ എന്ന് പറയുന്ന ആള്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശി രാജാവിനെതിരെ പട നയിച്ച പ്രധാന ബ്രിട്ടീഷ് സേനാ തലവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഗോൾഡൻ കേണൽ ഡോവ് മേജർ. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് നമുക്കറിയാം ഒന്നാം പഴശ്ശി വിപ്ലവം, ആ വിപ്ലവത്തിന്റെ സമയത്ത് ലഫ്റ്റനന്റ് ആയിട്ടുള്ള ആളായിരുന്നു ആരെന്ന് പറയുന്നത് ഗോൾഡൻ കേണൽ ഡോവ് മേജർ. അതായത് ലെഫ്റ്റനന്റ് ആയിട്ടുള്ള ആളായ ആരാണ്, ഗോൾഡൻ കേണൽ ഡോവ് മേജർ ക്യാമറോൺ ആണ് ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശി രാജാവിനെതിരെ പട നയിച്ച പ്രധാന ബ്രിട്ടീഷ് സേനാ തലവൻ. ഓക്കെ, ഇനി 1797 മാർച്ച് 18 ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് പെരിയ ചുരത്തിൽ വച്ച് പഴശ്ശിപ്പട ആക്രമിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേജർ ക്യാമറോൺ ആണ്. അപ്പോൾ മേജർ ക്യാമറോൺ. ഓക്കെ, അപ്പോൾ 1797 മാർച്ച് 18 ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തിനെയാണ് പെരിയ ചുരത്തിൽ, അതായത് പെരിയ ചുരത്തിൽ വച്ച് പഴശ്ശിപ്പട ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ മേജർ ക്യാമറോന്റെ പടയാണ്. ഓക്കെ, ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരായി നിന്നതാരാ ചോദിച്ചാൽ ചിറക്കൽ രാജാവാണ്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ വേണ്ടി പഴശ്ശി രാജയ്ക്കും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിറക്കൽ രാജാവാണ്. എന്നാണ് ആ സമയം എന്ന് ചോദിച്ചാൽ 1797. നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയാണ്. അപ്പോൾ 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ എന്തായിരുന്നു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്തായിരുന്നു? അതായത് എന്താണ് ഈ പറയുന്ന
ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഇനി ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എന്ന 1797 നമ്മൾ പറഞ്ഞു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 1793 മുതൽ 1797 വരെ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. 2 ചോദ്യവും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. രണ്ടാം പഴശ്ശി വിപ്ലവം. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഓക്കെ, ആരൊക്കെയാണ്? ഈ പറയുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചോണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എടച്ചേന കുങ്കൻ നായർ, അതേപോലെ തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏതു കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പഴശ്ശി കലാപം, കുറിച്യർ കലാപം, മൊറാഴ സമരം, പൂക്കോട്ടൂർ സമരം എന്നിവയാണ്. ഓക്കെ, അത് ഏത് പരീക്ഷയിലാണ് ചോദിച്ചതെന്ന് ചോദിച്ചാൽ പ്രാഥമിക പരീക്ഷ സ്റ്റേജ് 5 2021 ചോദിച്ച ചോദ്യമാണിത്. അപ്പോൾ എന്താണ് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, അതേപോലെ തന്നെ കണ്ണവത്ത് ആരാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്ന് പറയുന്ന ആളുകൾ ഏത് കലാപമാ? അതായത് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം ഏതാണെന്നുള്ളത്. ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കിയേ. നിലമ്പൂര്, അടുത്തത് പേരാമ്പ്ര, അടുത്തത് താന്നിത്തോട്, അഞ്ചരക്കണ്ടി. അത് 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷ സ്റ്റേജ് 2 2021 ചോദിച്ച ചോദ്യമാണ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? അത് അഞ്ചരക്കണ്ടിയിലാണ്. ഓക്കെ, അഞ്ചരക്കണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരായിരുന്നു? വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരായിരുന്നു? പാലിയത്തച്ഛൻ, ശക്തൻ തമ്പുരാൻ, പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മ. ഫീൽഡ് വർക്കർ 2021 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരായിരുന്നു? പഴശ്ശിരാജയാണ്. അപ്പോൾ പഴശ്ശിരാജയാണ് ഒളിപ്പോർ യുദ്ധം നടത്തിയത്. ഇനി നമുക്ക് രണ്ടാം പഴശ്ശി വിപ്ലവം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിലേക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം. 1800 to 1805. നമ്മൾ പറഞ്ഞു ഒന്നാം പഴശ്ശി വിപ്ലവം 1793 to 1797 ആണുള്ളത്. അപ്പോൾ 1ഉം 2ഉം ഒക്കെ പഠിക്കുമ്പോൾ അത് നടന്ന കാലഘട്ടം എന്നാന്നുള്ളത് ഒന്നുകൂടെ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ആവും. ഓക്കെ, അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1800 മുതൽ 1805 വരെയാണ്. 4ാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ 4ാം മൈസൂർ വിപ്ലവത്തിന്റെ അനന്തര ഫലമായിരുന്നു എന്തെന്ന് പറയുന്നത്? രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, അതാണ് കുറിച്യർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ കുറിച്യർ എന്ന് പറയുന്നത്. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. അപ്പോൾ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ് പ്രധാനമന്ത്രി? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറാണ് പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി. പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപനായിരുന്ന കൈതേരി അമ്പു നായരായിരുന്നു. അപ്പോൾ
പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപനാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് കൈതേരി അമ്പുവാണ് പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നത് കൈതേരി അമ്പു നായരാണ്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമായിരുന്നു ഗറില്ല യുദ്ധതന്ത്രം. അപ്പോ ഗറില്ല യുദ്ധതന്ത്രം ആർക്കെതിരെയായിരുന്നു? ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് എന്തെന്ന് പറയുന്നത് ഒളിപ്പോര് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. അപ്പോ വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. അപ്പോൾ ഇത്രയും കാര്യമാണ് രണ്ടാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1800 മുതൽ 1805 വരെ. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായി ആയിരുന്നു ഈ രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവം എന്നാ ചോദിച്ചാൽ 1793 മുതൽ 97 വരെ. അതേപോലെ തന്നെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ ചുമത്തിയ തെറ്റായ നികുതി ആയിരുന്നു. അതേപോലെ തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നു ആര്? കൈതേരി അമ്പുനായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഒളിപ്പോർ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഗറില്ല യുദ്ധതന്ത്രം എന്ന് പറയുന്നതിനെ അതെന്താണ് ഗറില്ല യുദ്ധതന്ത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത് ഒളിഞ്ഞു നിന്നുള്ള പോരാട്ടം അല്ലെങ്കിൽ ഒളിപ്പോര്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. ഇനി മറക്കാതിരുന്നാൽ ഒരു മാർക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എക്സാമുകളിൽ നമ്മുടെ ഈ പറയുന്ന LGS LDC ഡിഗ്രി ലെവലൊക്കെ എപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പഴശ്ശി സ്മാരകം. അപ്പോൾ പഴശ്ശി സ്മാരകം സ്മാനന്തവാടി എന്ന് ഓർത്താൽ മതി. അപ്പോൾ സ്മാരകം സ്മാനന്തവാടി. അപ്പോൾ അതേപോലെ തന്നെ മാനന്തവാടി. അപ്പോൾ പഴശ്ശി സ്മാരകം സ്മാനന്തവാടി. പഴശ്ശി ഡാം എവിടെയാ? ഡാം കണ്ണിലൂടെയല്ലേ നമ്മൾ ഡാം കാണുന്നത്. അപ്പോൾ പഴശ്ശി ഡാം കണ്ണൂർ. പഴശ്ശി ഡാം കണ്ണൂരാണ്. അടുത്തത് പഴശ്ശി മ്യൂസിയം എവിടെയാന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. അപ്പോൾ പഴശ്ശി മ്യൂസിയത്തിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? കോഴിക്കോട് കൂടെ ചേർക്കുക. അപ്പൊ മ്യൂഴിക്കോട് അങ്ങനെ ഓർത്താൽ മതി. പഴശ്ശി മ്യൂസിയം മ്യൂഴിക്കോട്. അപ്പൊ മ്യൂസിയം മ്യൂഴിക്കോട്. ഇനി പഴശ്ശി ഗുഹ എവിടെയാന്ന് ചോദിച്ചാൽ അത് മലപ്പുറത്താണ്. മലയുടെ മുകളിലല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗുഹ വയ്ക്കുന്നത് എന്ന് ഓർത്താൽ മതി. പഴശ്ശി ഗുഹ മലപ്പുറത്താണ്. പഴശ്ശി ഗുഹ മലപ്പുറം. ഇനി പഴശ്ശി കോളേജ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുൽപ്പള്ളി വയനാട്. പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട്. ഈ കോളേജിന്റെ ഫ്രണ്ടിലല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? പുല്ലൊക്കെ വച്ച് നട്ടുപിടിപ്പിച്ച് നല്ല പച്ച പരവതാനി പോലെ കിടക്കുന്നത്. അപ്പോൾ പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട്. ഇനി പഴശ്ശിരാജ NSS കോളേജ് എവിടെയാന്ന് ചോദിച്ചാൽ മട്ടന്നൂർ കണ്ണൂരാണ്. അപ്പോൾ പഴശ്ശിരാജ NSS കോളേജ് എവിടെയാ? മട്ടന്നൂർ കണ്ണൂരാണ്. പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ കണ്ണൂരാണ്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ആരാന്ന് ചോദിച്ചാൽ ചെമ്പൻ പോക്കർ. അപ്പോൾ ഇത്രയും ഓക്കെയാണോ? മറക്കാതിരുന്നാൽ ഒരു മാർക്ക്. പഴശ്ശി സ്മാരകം മാനന്തവാടി അല്ലെങ്കിൽ മാനന്തവാടി, പഴശ്ശി ഡാം കണ്ണൂര്, പഴശ്ശി മ്യൂസിയം കോഴിക്കോട് മ്യൂഴിക്കോട്, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട്, പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ കണ്ണൂർ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ആരാന്ന് ചോദിച്ചാൽ ചെമ്പൻ പോക്കൻ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു, പിന്നെ ഒരാൾ കൂടി ഉണ്ട് അത്തൻ ഗുരുക്കൾ. ആരാണ്? അത്തൻ ഗുരുക്കൾ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ,
വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു. കുറിച്യർ നേതാവ് എന്നാണ് കേട്ടോ ഇത് ഞാൻ എന്താണ് ടൈപ്പ് ചെയ്ത് പോകുന്ന ഒരു എററാണ്, എല്ലാവരും ക്ഷമിക്കുക. വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ. എടച്ചേന, കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1802 എടച്ചേന, കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് 1802. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചേക്കടെയാണ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം, വയനാടാണ്. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേണൽ ആർതർ വെല്ലസ്ലി ആണ്. ഓക്കെ, അപ്പോൾ പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേണൽ ആർതർ വെല്ലസ്ലി ആണ്. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? 1805 നവംബർ 30 പഴശ്ശിരാജ മരണമടഞ്ഞത്. 1805 നവംബർ 30. പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാ? മാവിലംതോട്, വയനാടാണ്. അപ്പോൾ പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? മാവിലംതോട്, വയനാടാണ്. ഓക്കെ, അപ്പോൾ പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം മാവിലംതോട്, വയനാട്. ഇനി എന്താ പറയുക, പഴശ്ശിരാജയുടെ നമുക്ക് അറിയാം, അതായത് ഈ പറയുന്ന നമ്മൾ ഒറ്റ വാക്കിൽ, അതായത് നമ്മൾ പറഞ്ഞു അത് നമ്മുടെ മറക്കാതിരുന്നാൽ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറച്ച് പുസ്തകങ്ങൾ എന്താണ് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നമുക്കറിയാലോ. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ പഴശ്ശി സമരങ്ങൾ പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് അതായത് KN കുറുപ്പാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ്. അതൊക്കെ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് എന്താണ് അതായത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ചിത്രം ഹരിഹരന്റെ ചിത്രമാണ്. നിർമ്മാണം ചെയ്തത് ഗോകുലം ഗോപാലനാണ്. തിരക്കഥയാണെങ്കിൽ MT വാസുദേവൻ നായർ. സംഗീതം ഇളയരാജ. ശബ്ദമിശ്രണം ചെയ്ത് റസൂൽ പൂക്കുട്ടിയാണ്. പഴശ്ശിരാജയായിട്ട് അഭ്രപാളിയിൽ അഭിനയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയാണ്. കൈതേരി മാക്കമായിട്ട് കനിഹ സുബ്രഹ്മണ്യവും. ഇടച്ചേന കുങ്കൻ ആരാണ്? അത് ശരത് കുമാറാണ്. നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു കഥാപാത്രമായിരുന്നു. തലക്കൽ ചന്തു മനോജ് K ജയനാണ്. നീലിയായിട്ട് പത്മപ്രിയ. വീരവർമ്മയായിട്ട് തിലകനാണ്. കൈതേരി അമ്പു സുരേഷ് കൃഷ്ണയാണ്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതൊന്നും ഇനിയുള്ള എക്സാമുകളിൽ വരാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം ആ ഒരു ട്രെൻഡൊക്കെ നമുക്ക് എന്താണ് നിലവിൽ പോയി. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ പാകത്തിനുള്ള ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ 2021 സ്റ്റേജ് 5-ലും സ്റ്റേജ് 1-ലും 2-ലൊക്കെ ചോദിച്ച ചോദ്യം നമ്മൾ എന്ത് ചെയ്തേണ്ടത് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് നേരെ കുറിച്യർ കലാപം ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം. എന്നിട്ട് കുറിച്യർ കലാപം എന്താണെന്ന് കൂടി പഠിച്ചതിന് ശേഷം നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ്? ഓക്കെ, അപ്പോൾ എന്താണ്, അതായത് അടുത്ത ചോദ്യമാണ് എന്ത്, കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ്? ഉരുളർ, മലയർ, വേടർ, കുറിച്യർ, കുറുമ്പർ. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷ സ്റ്റേജ് 3-ൽ ചോദിച്ച ചോദ്യമായിരുന്നു 2021. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് കുറിച്യറും കുറുമ്പരും. ആരൊക്കെയാണ്? കുറിച്യറും കുറുമ്പരും. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷ 3-ാം സ്റ്റേജിൽ 2021 ചോദിച്ചാണ്. അടുത്ത കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? കുറിച്യർ കലാപത്തിന്റെ നേതാവ് ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. കുറിച്യർ കലാപത്തിന്റെ നേതാവ് ഓപ്ഷൻ 1 നങ്ങേലി, ഓപ്ഷൻ 2 പഴശ്ശിരാജ, ഓപ്ഷൻ 3 രാമനമ്പി, അടുത്തത് എടച്ചേന കുങ്കൻ നായർ. യൂണിവേഴ്സിറ്റി LGS സ്റ്റേജ് 3-ൽ ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. എന്തെന്ന് പറയുന്നത് കുറിച്യർ കലാപത്തിന്റെ നേതാവ് നമുക്കറിയാം ആരാണ്? രാമനമ്പിയാണ് കുറിച്യർ കലാപത്തിന്റെ നേതാവ് എന്ന് പറയുന്നത്. ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാമനമ്പിയാണ് കുറിച്യർ കലാപത്തിന്റെ നേതാവ്. കുറിച്യർ കലാപം നടന്ന വർഷം എന്നാണ്? കുറിച്യർ കലാപം നടന്ന വർഷം എന്ന് പറയുന്നത്
എന്നാ കുറിച്യർ കലാപം നടന്ന വർഷം? 1812 കുറിച്യർ കലാപം നടന്ന വർഷം എന്ന് പറയുന്നത്. 1812 കുറിച്യർ കലാപം നടന്ന വർഷം. 1812. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് നമ്മളിപ്പോ പറഞ്ഞു, രണ്ടാമത്തെ ചോദ്യം ആരാണ്? രാമനമ്പിയാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. രാമനമ്പി. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ കുറിച്യർ കലാപം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് പറഞ്ഞ് അനിൽ അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ TH ബേബർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ എന്ന് പറയുന്നത്. കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് നമ്മുടെ കോഴിക്കോടാണ്. അപ്പോൾ കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. കുറച്ച് ഡീറ്റെയിൽ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. അതായത് കുറിച്യർ കലാപം അല്ലെങ്കിൽ കുറിച്യർ കലാപം നടന്ന വർഷം നമുക്കറിയാം എന്നാണ്. കുറിച്യർ കലാപം നടന്നത് 1812 കുറിച്യർ കലാപം നടന്നത്. കുറിച്യർ കലാപത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് ശരിക്കും കുറിച്യർ കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത്. ശരിക്കും ഈ കുറിച്യർ കലാപം നടന്ന ജില്ല ഏതാന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ഏത് ജില്ലയിലാണ് കുറിച്യർ കലാപം നടന്നത്? വയനാട് ജില്ലയിലാണ് കുറിച്യർ കലാപം നടന്നത്. വയനാട് ജില്ലയിൽ. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് വാർഡൻ ആണ്. അപ്പോൾ ഈ കുറിച്യർ കലാപത്തിന് എന്താണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് വാർഡൻ. ഇമ്പോർട്ടന്റ് ആണ് തോമസ് വാർഡൻ. കുറിച്യർ ലഹളയുടെ നേതാവ് നമ്മൾ പറഞ്ഞു ആരാ? രാമനമ്പിയാണ്. അതേപോലെ തന്നെ കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ മറ്റുള്ളവർ 1000 വീട്ടിൽ കോന്തപ്പനും അതേപോലെ തന്നെ ആരാണ്? വെൺകലോൻ കേളുവും കൂടിയാണ് കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ 1000 വീട്ടിൽ കോന്തപ്പനും വെൺകലോൻ കേളു. ഇനി ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. ഈ എന്തിനെ? നമ്മുടെ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ രാമനമ്പിയെ ബ്രിട്ടീഷുകാരെ പിടികൂടി വധിച്ചത് 1812 മെയ് 1 ഓക്കെ. ഇനി കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, അതുകൊണ്ടാണ് എക്സ്ട്രാ പോയിന്റിൽ നമ്മൾ അത് കയറ്റിയത്. അതായത് കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പോൾ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് വിപ്ലവവുമായി അല്ലെങ്കിൽ ഏത് ലഹളയുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് ചോദിച്ചാൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് അതുകൂടി പഠിച്ചിരിക്കണം. എന്താണ്? കുറിച്യർ ലഹള അടിച്ചമർത്തിയത് ബ്രിട്ടീഷുകാർ 1812 മെയ് 8 കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അപ്പൊ കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? കുമാരൻ വയലേരിയാണ്. ഇനി ആകപ്പാടെ ഉള്ളൊരു കൺഫ്യൂസിങ് ആയിട്ട് ഇതിൻ്റെ അത് ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടി പറഞ്ഞ് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അതായത് എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ഏത് ലഹളയുടെ മുദ്രാവാക്യമാണ് എന്ന് ചോദിച്ചാൽ അത് കുറിച്യർ ലഹളയാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക നമ്മളിപ്പോൾ പറഞ്ഞു എന്ത്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്യർ ലഹള. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതാ? അത് നമ്മുടെ പുന്നപ്ര വയലാർ സമരമാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ. ചത്താലും ചെത്തും കൂത്താളി എന്ന മുദ്രാവാക്യം അത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? ഈ പറയുന്ന ചത്താലും ചെത്തും കൂത്താളി എന്ന മുദ്രാവാക്യം അത് ഏതാണ്?
കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ 3 മുദ്രാവാക്യങ്ങൾ കൂടി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞു സമരങ്ങളുടെ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറിച്യൽ ലഹളയാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പറയുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. ഇനി ചത്താലും ചെത്തും കൂത്താളി എന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇനി പഠിച്ചത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് വരിക. ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ട ഇത്രയും നമ്മൾ പറഞ്ഞ അതിൻ്റെ നോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോട്ടും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മൊത്തമായിട്ടൊന്ന് എഴുതിയെടുക്കാനായിട്ട് അത് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കിടിലമായി തന്നെ പഠിച്ചു പോവുക. നമുക്കിനി മുന്നിലുള്ള ദിവസങ്ങൾ ഓരോന്നും അത്രത്തോളം വിലപ്പെട്ടതാണ്. നമ്മൾ എത്രത്തോളം അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആവുന്നോ അത്രത്തോളം വലിയൊരു റിസൾട്ട് നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിവിഷൻ എന്ന് പറയുന്നതാണ് PSC ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം റിവിഷൻസ് ഇല്ലാതെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഓർമ്മയിൽ നിൽക്കത്തില്ല. കാരണം എല്ലാവർക്കും മറവി എന്നുള്ളത് എല്ലാവരുടെയും എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ മാത്രമാണ് മറവി അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതാക്കാനുള്ള ഏറ്റവും വലിയ പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ തന്നെയാണ്. അപ്പോൾ എക്സാമുകൾ എഴുതുക, റിവിഷൻസ് എല്ലാം കറക്റ്റായിട്ട് പോവുക. നമ്മൾ ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി പോവുക. കാരണം കേരള ചരിത്രം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു പോയത്. അപ്പോൾ പഴശ്ശി വിപ്ലവം നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ദിവസം നമ്മൾ പഠിക്കുന്നത് തിരുവിതാംകൂർ ഹിസ്റ്ററി, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള ഒരു ചരിത്രമാണ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായെന്ന് കരുതുന്നു. കാരണം അത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ കേരള ചരിത്രം ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് വരിക. അവിടെ നിങ്ങൾക്കുള്ള നോട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ് അടിക്കുക. പിന്നെ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.